വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നാളെയും തുടരും. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുക. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി പറഞ്ഞു. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നും കോടതിയിൽ നടന്നു. NM വിജയന്റേത് ആത്മഹത്യാക്കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഭീഷണി കത്താണ് എന്ന് IC ബാലകൃഷ്ണൻ്റെ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞു. അതൊരു തരത്തിലുള്ള ഭീഷണി കത്താണ്, അഴിമതി നടത്തിയിട്ടുണ്ട് NM വിജയൻ എന്നാണ് കോടതിയിൽ IC ബാലകൃഷ്ണന് വേണ്ടിയിട്ട് അഭിഭാഷകൻ പറഞ്ഞു വെച്ചത്. വലിയ രീതിയിലുള്ള അഴിമതി NM വിജയൻ നടത്തിയിട്ടുണ്ട്. NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഭീഷണി കത്തായിട്ടാണ് തങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നാണ് IC ബാലകൃഷ്ണന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞത്. ഇതിൽ ജാമ്യാപേക്ഷയിൽ വാദം തുടരാൻ വേണ്ടി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. വീണ്ടും വാദം തുടരും, നാളെയും വാദം തുടരും. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിലാണ് വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർത്തും NM വിജയനെ കുറ്റക്കാരനാക്കിക്കൊണ്ടാണ് അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുള്ള വാദമുണ്ടായത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീർപ്പാക്കണം, മുൻകൂർ ജാമ്യാപേക്ഷ തടയണം എന്ന്, ജാമ്യം തടയണമെന്ന് സർക്കാരും വാദിച്ചിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ ഒളിവിൽ തന്നെ കഴിയുകയാണ്. അറസ്റ്റ് തടയണം, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം വരുന്നത് വരെ അറസ്റ്റ് പാടില്ല എന്ന അറസ്റ്റ് തടഞ്ഞിരിക്കുകയും കൂടെയാണ് കൽപ്പറ്റ കോടതി. കഴിഞ്ഞ ദിവസം ഇന്നത്തോടു കൂടി ആ കാലാവധി തീരുന്നു. 5 ദിവസം അറസ്റ്റ് ചെയ്യരുത് എന്ന് കഴിഞ്ഞ ദിവസം കൽപ്പറ്റ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ആ മുൻകൂർ ജാമ്യ കാലാവധി കഴിയുന്ന ദിവസം, അറസ്റ്റ് തടയുന്ന ദിവസം വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് കൃത്യമായും NM വിജയനെതിരെ, വിജയന്റെ കുടുംബത്തിനെതിരെ, മക്കൾക്കെതിരെ കൃത്യമായ ആരോപണങ്ങളാണ് ഇപ്പോഴും IC ബാലകൃഷ്ണന്റെ ഭാഗത്തുണ്ടാകുന്നത്. NM വിജയൻ അഴിമതിക്കാരനാണ്, വലിയ രീതിയിലുള്ള തട്ടിപ്പ് NM വിജയൻ നടത്തിയിട്ടുണ്ട്. ഒരു കണക്കിൽ നോക്കിയാൽ, അതായത് കോൺഗ്രസിന് മനസ്സിലാകുന്നത്, പുറത്തു വന്നിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പ്, NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് ഒരു ഭീഷണി കത്ത് എന്ന നിലയിലാണ് കോൺഗ്രസിന് അത് മനസ്സിലാകുന്നത്. തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന ഒരു വാദഗതിയാണ് കൽപ്പറ്റ കോടതിയിൽ IC ബാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. IC ബാലകൃഷ്ണനും കേസിൽ കൂട്ടുപ്രതിയായ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനും ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്കകം മിണ്ടാട്ടമില്ലാത്ത ഒരു കേസായി മാറുകയാണ് അത്. ജോഷിലെ പ്രതീക്ഷിക്കുകയാണ് ലൈനിൽ കൂടുതൽ വിശദാംശങ്ങളുമായി. ഈ കേസിലെ ജാമ്യാപേക്ഷയിലുള്ള വാദം നാളെയും തുടരും. ജോഷില, എന്തൊക്കെയാണ് ഇന്നത്തെ കോടതിയിലെ വാദങ്ങൾ? വിനിഷ, ഇന്നത്തെ കോടതിയിലെ വാദം അവസാനിച്ചു കഴിഞ്ഞു. നമ്മുടെ കൂടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. എന്താണ് ഇന്നത്തെ ഒരു കോടതിയുടെ ഒരു നടപടിക്രമം? അത് നാളെ മാറ്റിവെച്ചു. ഇന്ന് അവരുടെ ഒരു വാദങ്ങൾ എന്തൊക്കെയായി? ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളായിട്ടുള്ള ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ MLA, KK ഗോപിനാഥൻ, ഈ 3 ആൾക്കാർ ഇന്നൊരു ബെയിൽ അപ്ലിക്കേഷൻ ഈ കോടതിയിൽ കുറച്ച് ദിവസം മുമ്പ് മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CD ആൻഡ് ഹിയറിംഗ് ആയിട്ടൊന്ന് CD എത്തിച്ചിട്ട് അതിലുള്ള വാദമായിരുന്നു നടന്നത്. പ്രോസിക്യൂഷൻ്റെ ഭാഗങ്ങൾ പറയാൻ ഇന്ന് നമുക്ക് സമയം കിട്ടിയിട്ടില്ല. കൊടുത്ത പെറ്റീഷനാണ് ഇന്ന് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളത്. നാളെ അവരുടെ വാദം പൂർത്തീകരിച്ചതിന് ശേഷം പ്രോസിക്യൂഷൻ്റെ വിശദമായിട്ടുള്ള വാദം കേട്ടിട്ട് മാത്രമേ കോടതിക്ക് തീരുമാനം പറയാൻ പറ്റൂ. NM വിജയന്റെ കാര്യത്തിൽ ഒരുതരം അറ്റാക്ക് അല്ലെങ്കിൽ അദ്ദേഹം പേഴ്സണൽ ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലൊരു വാദം അവർ ഉന്നയിച്ചോ എന്നുള്ളത്? അല്ല, അവരത് സൂയിസൈഡ് നോട്ടൊന്നും ഒരു നോട്ടല്ല, അങ്ങനെ ഇല്ല എന്നുള്ള വാദം അവർ സാധാരണഗതിയിൽ സാങ്കല്പികമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ്. അത് പരിശോധിക്കേണ്ട കോടതിയാണ്. കോടതി ആ നോട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അനലൈസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും കോടതി തീരുമാനിച്ചിട്ട്, വാദം കേട്ടതിന് ശേഷം കോടതി തീരുമാനിച്ചിട്ട് അതിലൊരു യുക്തമായിട്ടുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. പ്രശ്നങ്ങളല്ല, സാമ്പത്തിക ബാധ്യത തന്നെയാണ്, പ്രത്യേകിച്ച് പാർട്ടി ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. സാമ്പത്തിക ബാധ്യത തന്നെയാണ്, മറ്റു കുടുംബ പ്രശ്നങ്ങളിലെ സാമ്പത്തിക ബാധ്യത. അത് കോടതി എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമുക്ക് നാളെ അറിയാൻ സാധിക്കുന്നത്. അത് പാർട്ടി ഉണ്ടാക്കിയത് പാർട്ടി മൂലമാണ് വിജയന് സംഭവിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ടിൽ നിന്ന് മനസ്സിലാവും. എന്താണ് നാളത്തെ ഒരു വാദത്തെക്കുറിച്ചും അതുപോലെ ഒരു മുൻകൂർ ജാമ്യത്തെക്കുറിച്ചും അങ്ങേക്ക്? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കോടതിയാണ് ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നത്. നമുക്ക് പറയാനുള്ള വാദമുഖങ്ങൾ നമ്മൾ കോടതിയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഇന്ന് അവരുടെ വിശദമായിട്ടുള്ള വാദം കേട്ടിരുന്നു. ഇനി ഗോപിനാഥൻ മാസ്റ്റർ വാദം കൂടി കേൾക്കാനുണ്ട്. എന്നിട്ട് മാത്രമേ എനിക്ക് അതിലൊരു സംസാരിക്കാനുള്ള ഒരു ചാൻസ് കോടതിയിലുള്ളൂ. ആ സമയത്ത് നമുക്ക് പറയാനുള്ള വാദമുഖങ്ങൾ പോലീസ് തന്ന ഡയറിക്ക് പ്രകാരം, പോലീസിൻ്റെ റിപ്പോർട്ടിന് പ്രകാരമുള്ള വാദമുഖങ്ങൾ നമ്മളാൽ കഴിയുന്ന നമ്മൾ അല്ല, അതൊന്നും നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. ഓക്കെ, ശരി ജോഷില, താങ്ക് യു. വ്യക്തമാണ്.